ജനസമൂഹം ഇടയനില്ലാത്ത ആടുകളെ പോലെ അലയുന്നത് കണ്ടിട്ട് യേശുതമ്പുരാൻ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ്. എന്നാൽ അവിടെ ഇടപെടുന്നതിന് മുഖാന്തരമായി തീരുന്നത് ഒരു ചെറിയ ബാലന്റെ ഒരു സാന്നിധ്യം കൂടെയാണ് എന്നത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഒരുപക്ഷെ യേശുതമ്പുരാന്റെ അടുക്കലേക്ക് ഈ ചെറുപ്പക്കാരൻ കടന്നു പോകുമ്പോൾ അമ്മ പൊതി കെട്ടിക്കൊടുക്കുന്നുണ്ട്. കാരണം അവന് വിശക്കുവാൻ സാധ്യതയുണ്ടല്ലോ. എന്നാൽ അവിടെ ഒരു വലിയ പട്ടിണിയും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ ആ ബാലൻ അത് യേശുതമ്പുരാന്റെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ മക്കളോട് പറയാറുണ്ട്, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ തട്ടിപ്പറിക്കുമെന്ന്. മലയാളിയുടെ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയാവുന്ന ഒരു പാട്ടാണല്ലോ കാക്കേ കാക്കേ കൂടെവിടെ എന്നുള്ള പാട്ട്. ആ കാക്കയുടെ ആ പാട്ടിന്റെ അകത്ത് മൊത്തം അപ്പം തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന കഥയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ ക്രിസ്തുവിന്റെ കൈകളിലേക്ക് അപ്പം കൊടുക്കുവാൻ ഉള്ള മനസ്സ് കാണിക്കുന്ന ആ ചെറുപ്പക്കാരൻ, അവനെ അത് പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് മുമ്പിൽ ആദ്യമായിട്ട് പ്രണമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പങ്കിടുവാനുള്ള ഒരു മനസ്സുണ്ടാകണമെന്നാണ് ഈ വേദഭാഗം ഒന്നാമതായിട്ട് പഠിപ്പിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ പോലും കണ്ണുകൾ പൊത്തിപ്പിടിക്കുന്നു എന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത്. ഇങ്ങനെയാണ് ചോദിക്കുന്നത്, നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മക്കളുടെ കണ്ണുകൾ എന്തിനാണ് നിങ്ങൾ അടയ്ക്കുന്നത്? അതിന് മറ്റു ഒരു കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ദേവാലയത്തിന്റെ വശങ്ങളിൽ യാചിക്കുന്ന ഭിക്ഷക്കാരെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ബുദ്ധിമുട്ടുന്നവരെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, കണ്ണുനീരൊഴുക്കുന്നവരെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമല്ലേ? അതിൽ നിന്ന് മക്കളെ എന്തിനാണ് മാറ്റിപ്പിടിക്കുന്നത് എന്നാണ് സച്ചിദാനന്ദൻ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചോദ്യം സത്യമല്ലേ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മക്കളെ സ്വാർത്ഥരാക്കി വളർത്തിയിട്ട് ഒന്നിനും കൊള്ളാത്ത മനുഷ്യരാക്കി അവരെ തീർക്കുന്നു എന്നുള്ളത് ദുഃഖം നിറഞ്ഞ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ അവർക്ക് കൊടുക്കുന്നത് പണം കൊണ്ട് കേന്ദ്രീകൃതമായിരിക്കുന്ന സാധനങ്ങളല്ലേ? നല്ല ഭക്ഷണങ്ങളും അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസവും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മക്കൾക്ക് അടുത്ത തലമുറയ്ക്കായിട്ട് മാറ്റിവെക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ ഉപരിയായി നന്മയും കരുണയും സത്യസന്ധതയും മക്കൾക്ക് പകർന്നു കൊടുക്കണ്ടേ? ഈ പഠനം ഒന്നും കൊടുക്കണ്ടെന്നല്ല പറയുന്നത്, അതെല്ലാം കൊടുക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ ജീവിത മൂല്യങ്ങൾ കൂടി കൊടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നാണ് ഇന്നത്തെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ വാക്യം നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത്. ആ വരികൾക്കിടയിൽ കൂടി അത് തന്നെയാണ് പറയുന്നത്. രണ്ടാമതായിട്ട് യേശുതമ്പുരാൻ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുകയും. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയെ പറ്റി അറിയാത്തവര് ഈ മലയാളക്കരയിൽ ആരുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ തിരുമേനിയുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരോടും തിരുമേനി ചോദിക്കുന്നത്, കുഞ്ഞെ നിങ്ങൾ വല്ലതും കഴിച്ചോ എന്നുള്ള ഒരു ചോദ്യമാണ്, അല്ലെ? എത്രയോ ശക്തമായ ഒരു ചോദ്യമാണ് ഇത് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യമാണ് ആഹാരം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ക്രിസ്തുവിന്റെ സമയത്ത് ഇസ്രായേൽ സമൂഹം റോമ സാമ്രാജ്യത്തിന്റെ ആ ആധിപത്യത്തിന് കീഴിൽ വളരെ ഞെരുങ്ങിയിരുന്ന ഒരു സമയം കൂടിയാണ്. അവർക്ക് അപ്പം എന്ന് പറയുന്നത് പലപ്പോഴും ലഭ്യമല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു അവരോട് പറയുകയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവീനെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. ഇത് പറയുമ്പോൾ ഓർക്കുകയാണ്, ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒത്തിരി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നൊക്കെയുള്ളവര് ഭക്ഷണപ്പൊതികളുമായിട്ട് വീടുകളിലേക്ക് പോകുന്നത് കാണുവാൻ ഇടയാകുന്നുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ പാമ്പാടി തേറായിൽ നിന്ന് ഈ കോവിഡിന്റെ കാലഘട്ടത്തിലല്ല, അതിനു മുമ്പ് പ്രളയത്തിന്റെ സമയത്തും ഓരോ ബുദ്ധിമുട്ടിന്റെ കാലഘട്ടത്തിലും ആയിരക്കണക്കിന് പൊതികൾ കേരളത്തിന്, പ്രത്യേകിച്ച് ആലപ്പുഴയും പത്തനംതിട്ടയും ഒക്കെ അന്ന് കൊണ്ട് കൊടുത്തത് ഓർക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ഈ കോവിഡിന്റെ സമയത്ത് ഈ പാമ്പാടി പ്രദേശത്തുള്ള ഭവനങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ഓരോ ഭവനങ്ങളിലും ഭക്ഷണം എത്തിക്കുന്നത് ഓർത്തു പോവുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് പറഞ്ഞൊരു കാര്യം, മറ്റുള്ളവരുടെ വിശപ്പിന്റെ മുമ്പിൽ അവന്റെ വിശപ്പ് കണ്ടറിഞ്ഞ് അവനെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ മനസ്ഥിതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുള്ളത് ഒരു തിരിച്ചറിവായിരിക്കണം. എന്റെ വിശപ്പ് പോലെ തന്നെ പ്രാധാന്യമാണ് അവന്റെ വിശപ്പ് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരത്തുള്ളൂ. എല്ലാ വർഷവും 5 അപ്പവും 2 മീനും 5000 പേർക്ക് കൊടുത്തത് വലിയ സന്തോഷമാണ്.
എന്നാൽ ആ അപ്പം കൊടുക്കുവാനുള്ള ഒരു ചുമതല എനിക്കു കൂടിയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഉണ്ടാകുമ്പോഴാണ്, എന്റെ സമൂഹത്തിന്റെ വിശപ്പ് എന്ന് പറയുന്നത് അത് മാറ്റാനുള്ള ചുമതല എനിക്കു കൂടിയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുന്നത്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു കഥയുണ്ടല്ലോ. മദർ തെരേസ കൽക്കട്ടയിലെ ഏതോ തെരുവിലെ ഒരു ഭക്ഷണമില്ലാത്ത ഭവനത്തെ പറ്റി അറിഞ്ഞ് അവിടെ കൊണ്ട് ഭക്ഷണം കൊടുക്കുകയാണ്. ഒരു ഹൈന്ദവ ഭവനമാണ്. അവിടെ ഭവനത്തിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ ആ അമ്മ പകുതി ഭക്ഷണം മാറ്റിവെച്ചിട്ട് ആ ഭക്ഷണത്തിന്റെ പകുതിയുമായിട്ട് വീടിന്റെ പുറകിലേക്ക് പോവുകയാണ്. അവിടെ പുറകിലേക്ക് പോകുമ്പോൾ മദർ തെരേസ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. തിരികെ വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, പകുതി ഭക്ഷണം എന്താണ് കളയാൻ പോയതെന്ന്. അപ്പോൾ അമ്മയോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, എന്റെ വീടിന്റെ അയൽവക്കത്തെ ഒരു വീട്ടിൽ, അതും മുസ്ലിം ഭവനമാണ്, അവിടുത്തെ വീട്ടിലും ഇതുപോലെ തന്നെ ഭക്ഷണമില്ല. നമുക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ പകുതി അവർക്ക് കൊടുക്കുകയാണ് എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യ മൂല്യവും സ്നേഹവും ഇതാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമുദായിക ഐക്യം ഒരു വല്ലാത്ത പ്രശ്നം തന്നെയാണ്. പരസ്പരം പോർ വിളിക്കുകയും വിദ്വേഷം ഉയർത്തുകയും ചെയ്യുന്ന സമയത്ത് സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.